നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന ഹർജിക്കിടെയാണ് ഇഡിയെ സുപ്രീംകോടതി വിമർശിച്ചത്. കഴിഞ്ഞ തവണയും ഹർജി ഇഡി ആവശ്യപ്രകാരം മാറ്റിയിരുന്നു. കേരളത്തിൽ നിന്ന് വിചാരണ കർണാടകത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഹർജി. കേരളത്തിൽ നീതിപൂർവമായ വിചാരണ നടക്കില്ലെന്നും സംസ്ഥാന സർക്കാർ അന്യായമായി ഇടപെടുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. എന്നാൽ ഈ ഹർജി ഇഡി അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് അന്തിമവാദം നടത്താനായിട്ടില്ല. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വാദം മാറ്റിവെക്കണമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നും ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ ഇഡിക്ക് വേണ്ടി ഹാജരാവുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു മറ്റൊരു കേസിന്റെ വാദത്തിലാണെന്ന് അഭിഭാഷകർ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. അന്ന് ഹർജി നൽകുന്ന വേളയിൽ കർണാടകയിൽ BJP സർക്കാരായിരുന്നു ഭരിച്ചിരുന്നതെന്നും ഇക്കാര്യം കൊണ്ടാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ നിലവിൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിലുള്ളത്. ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നേരത്തെ കേസിൽ കക്ഷികളായ സംസ്ഥാനവും ശിവശങ്കറും സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിന് ഇഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നത് സംസ്ഥാനത്തെ ജുഡീഷ്യറിക്ക് കളങ്കമാകില്ലെന്നാണ് ഇഡി വാദം. കേസിൽ ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇഡി ആരോപണം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.